നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ വരുന്ന വഴിക്ക് ഏതെങ്കിലും നല്ല ഷോപ്പിൽ നിന്ന് ഗൗതമിന് റിസപ്ഷൻ ഇടാനുള്ള സ്യൂട്ട് കൂടി വാങ്ങണം. ഗൗതം സാറിനെ പോലെ ഒരാളിടുന്ന ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഞാൻ ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞ ഗൗതം സാർ എന്റെ കൂടെ എന്തായാലും ഷോപ്പിൽ കയറും. നമ്മുടെ അന്തസ് കുറയ്ക്കാൻ പറ്റുമോ അമ്മാവ? അന്തസ് ഒട്ടും കുറയ്ക്കണ്ട മോളെ. എന്നാലും ഗൗതം സാറിനെ കൂട്ടാതെ നമ്മൾ പോയി വാങ്ങിയ നമ്മുടെ പോക്കറ്റിന് ഇണങ്ങുന്നത് ഒരെണ്ണം വാങ്ങാൻ പറ്റും. പക്ഷേ ഇന്ന് തന്നെ ഡ്രസ്സ് എടുക്കണം മോളെ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അത്ര ശുഭമല്ല. അഷ്ടമി നവമിയൊക്കെയാ വരുന്നത്. പുതുവസ്ത്രം എടുക്കാൻ അതൊന്നും നല്ലതല്ല. കാശിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് വേണ്ടി ഈശ്വരമംഗലത്തുകാർ ഇന്ന് മുടക്കിയത് ലക്ഷങ്ങളാണ്. അങ്ങനെ ഒരു ചെറിയ പങ്കെങ്കിലും നമുക്ക് റിസപ്ഷൻ ഡ്രസ്സിലൂടെ തിരിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. എന്നാലും വരവറിഞ്ഞ് ചെലവാക്കിയില്ലെങ്കിൽ കയ്യിൽ നിൽക്കില്ല അമ്മാവ. നീ കൂടുതൽ തടസ്സങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. പണം ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഗൗതമിന് ഇണങ്ങുന്ന ഒരു സൂട്ട് നീ തന്നെ തിരഞ്ഞെടുത്താൽ മതി. ഷോപ്പിൽ ഇറങ്ങണമെന്ന് ഞാൻ ഗൗതമിനോട് പറയണോ? വേണ്ട മാവ, ഞാൻ സംസാരിച്ചോളാം. ശരി മോളെ, നമുക്ക് വൈകിട്ട് കാണാം. ശരി. ഗൗതം സാറിന്റെ കൂടെ ഷോപ്പിൽ പോയാൽ ബഡ്ജറ്റ് കയ്യിൽ നിൽക്കില്ല. സാറിനെ ഒഴിവാക്കാൻ എന്താ ചെയ്യാ? സാറ് റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ കാറിൽ വരാം. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നാട്ടിലെത്തിയിട്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് മുൻപിൽ എന്നെ ഡ്രോപ്പ് ചെയ്യണം. അവിടുന്ന് ഓട്ടോ പിടിച്ച് ഞാൻ വീട്ടിൽ പൊയ്ക്കോളാം. അത് വേണ്ട, തന്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ തന്നെ വീട്ടിലാക്കാം. അയ്യോ വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്നെ ടെക്സ്റ്റൈലിൽ വിട്ടാ മതി. തന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ? ഇല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോ തന്നെ കാണാൻ. മുഴുവൻ പറ. ദേഷ്യപ്പെടുമ്പോ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നല്ലേ പറയാമെന്ന്? അല്ല, പിന്നെ ദേഷ്യപ്പെടുമ്പോ തന്നെ കാണാൻ ഒരു കുരങ്ങിനെ പോലുണ്ട്. അത് പറഞ്ഞതിന്റെ പേരിൽ വീണ്ടും എന്റെ തല കയറാൻ വരണ്ട. വാ, കാറിൽ കയറും. തന്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അത് ശരിയാവില്ല സർ. എന്തുകൊണ്ട്? അത് പിന്നെ റിസപ്ഷന് സാറിന് ഇടാനുള്ള സ്യൂട്ട് എടുക്കണമെന്നാ അമ്മാവൻ വിളിച്ചു പറഞ്ഞത്. ഞാൻ സെലക്ട് ചെയ്യുന്നത് സാർ കാണണ്ട. ഓഹോ, അങ്ങനെയാണെങ്കിൽ എന്റെ സ്യൂട്ട് താൻ സെലക്ട് ചെയ്യുന്നത് എനിക്കും കാണണം. പണിപ്പാളി. മര്യാദയ്ക്ക് വന്നേ, അല്ലെങ്കിൽ ഞാൻ അങ്കിളിനെ വിളിച്ച് താൻ എന്നെ ഒഴിവാക്കിയെന്ന് പറയും. അത് വേണോ? വേണ്ട. എന്നാ വാ, നടക്ക്. എടീ, എന്തൊരു ഭംഗിയാണ് നിന്നെ കാണാൻ. നിന്നെ കണ്ട ഇപ്പൊ ഒരു ഗോഡസിനെ പോലെ ഉണ്ട്. രാജമൗലി എങ്ങാനും നിന്നെ കണ്ടാലേ നിന്നെ വച്ച് ബാഹുബലി 3 എടുക്കും. ഇപ്പൊ തന്നെ ഇത് കമലിന് അയച്ചു കൊടുക്കാം. ഒന്ന്
വീഡിയോ കോള് വിളിച്ച് അവനെ ഞെട്ടിച്ചാലോ? കഷ്ടം. ഈ ഫോട്ടോസ് കാണുമ്പോഴേ പിച്ചക്കാരി ബാലയില് വേഷം കെട്ടിയ പോലെ ഉണ്ട്. ഏയ്, നീ അവളെ അത്രയ്ക്ക് കൊച്ചാക്കണ്ട. ശിവാനി ഒരു സുന്ദരി തന്നെയാ. അവള് വീഡിയോ കോൾ വിളിക്കുന്നു. മാക്സിമം പൊക്കിയടിച്ചോ. എങ്ങനെയെങ്കിലും അവളെ വീട്ടിൽ നിന്ന് ചാടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഹായ് അമൽ. എന്താ ഞാൻ ഈ കാണുന്നത്? ഇതാര്? ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ ഭഗവതിയോ? നിന്റെ അത്രയും സൗന്ദര്യവും ബുദ്ധിയും കഴിവും ഇന്ന് ഇന്ത്യയിൽ ഒരു ഹീറോയിനും ഇല്ല. നീ അഭിനയം തുടങ്ങുന്നതോടെ ഇൻഡസ്ട്രിയിലുള്ള സകല നായികമാരും ഫീൽഡ് ഔട്ട് ആവും. നീ പറഞ്ഞതുപോലെ ഈ ഒറിജിനൽ ആഭരണങ്ങൾ അണിഞ്ഞ ഞാൻ UKCയുടെ പാൻ ഇന്ത്യൻ മൂവിയിൽ അഭിനയിക്കാൻ വരുന്നത്. അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. കൊടുക്കരുത്. ഇനി ഒരു 10 വർഷത്തേക്ക് നിനക്ക് തന്നെയാവും എല്ലാ അവാർഡും. നീ ഒരു വീഡിയോ എടുത്തയക്ക്. ഞാനെല്ലാം UKC സാറിന് അയച്ചു കൊടുക്കാം. വീഡിയോ ചെയ്യണേ. ഈ ഡ്രസ് ഓക്കെ ആണോ? എടാ, ഞാൻ വീഡിയോ ഉടനെ അയക്കാം. ശരി ശിവാനി, ബൈ. നീ ആരെ വീഡിയോ കോൾ വിളിച്ചത്? ഞാൻ പലരെയും വിളിച്ചെന്നിരിക്കും. ആന്റി എന്തിനാ അതിലൊക്കെ തലയിടുന്നത്? എന്തിനാ മോളെ എന്നോട് ദേഷ്യപ്പെടുന്നത്? ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്ന കണ്ട തിരുത്തേണ്ടത് എന്റെ കടമയല്ലേ? ഞാൻ എന്ത് ചെയ്തെന്ന് ആന്റി പറയുന്നേ? ഈ ആഭരണങ്ങളൊക്കെ ഗൗതമിന്റെ വീട്ടുകാർ തന്നല്ലേ. ഇതൊക്കെ ഇട്ട വീഡിയോകളും ഫോട്ടോകളും ആർക്കും അയച്ചു കൊടുക്കരുത്. അവിടുത്തെ വസുന്ധരയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. മറ്റുള്ളവരുടെ ഇഷ്ടക്കേട് നോക്കിയല്ല ഞാൻ ജീവിക്കുന്നത്. വസുന്ധര ആന്റി എന്നല്ല, ആരെയും ഒന്നും ബോധിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനൊന്നും പറയരുത് മോളെ. എന്റെ ഏട്ടന്റെ മോള് എനിക്കും മോള് തന്നെയാ. ഈ വിവാഹം നീ കാരണം മുടങ്ങരുത്. മുടങ്ങിയ ഏട്ടൻ ഒരുപാട് വേദനിക്കും. നാണക്കേടുകൊണ്ട് നിന്റെ അമ്മയ്ക്ക് തല ഉയർത്തി നടക്കാൻ പോലും പറ്റില്ല. വിവാഹം കഴിയുന്നവരെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് ഗൗതമിന്റെ ഇഷ്ടം കൂടെ നോക്കി നിനക്ക് സ്വന്തം തീരുമാനം എടുക്കാം. അതല്ലേ നല്ലത്? ഓ ശരി, ഞാൻ സൂക്ഷിച്ചോളാം. ക്ഷേത്രത്തില് സപ്താഹം നടക്കുക. ഞാൻ ഇത്തിരി നേരം അവിടെ പോയി ഇരുന്നിട്ട് വരാം. മോൾക്ക് തനിച്ചിരിക്കാൻ പേടിയില്ലല്ലോ? എനിക്കൊരു പേടിയില്ല. ആന്റി പോയിട്ടോ. ആ ശരി, വന്ന് വാതിലടച്ചേക്ക്. ആ, ഞാൻ വന്നോളാം. ബോളിവുഡ് ഹീറോയിൻ ആകുമ്പോ ഞാനെന്തിനാ കല്യാണത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? ആദ്യം വീഡിയോ, അത് കഴിഞ്ഞ് ബാക്കി.